അനുദപിക്കാത്ത കള്ളന്റെ പ്രാർത്ഥന, നീ ക്രിസ്തു ആണെങ്കിൽ ഞങ്ങളെ ഈ കുരിശിൽ നിന്ന് ഇറക്കണമേ എന്നാണ്. പക്ഷേ രണ്ടാമത്തെ കള്ളൻ, നല്ല കള്ളൻ, അയാൾ പറയാണ്, നിനക്കറിയാലോ നമ്മുടെ തെറ്റിന്റെ ഫലമാണ്, കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. പക്ഷേ ഇവനാകട്ടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിഷ്കളങ്കനാണ്. ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് നിമിഷം പോലും സത്യത്തെ അറിയാൻ, ക്രിസ്തുവിനെ അറിയാൻ ആ നല്ല കള്ളന് സാധിച്ചു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താണ്? കർത്താവേ, നീ സ്വർഗരാജ്യത്തെത്തുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്നാണ്. വളരെ ഷോർട്ടായിട്ട് ഈ പ്രാർത്ഥനയെ നമുക്കൊന്ന് സംഗ്രഹിച്ചു കഴിഞ്ഞാൽ, ഒരാള് പറയുന്നത് ഇറക്കണമേ എന്നും മറ്റേ ആള് പറയുന്നത് ഓർക്കണമേ എന്നുമാണ്. ഏതാണ് നമുക്ക് അഭികാമ്യം? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവെ, ഈ കുരിശിൽ നിന്ന് ഇറക്കണമേ എന്നാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അതോ കർത്താവെ, നീ എൻ്റെ ഈ കുരിശു കൂടി ഓർക്കണമേ എന്നാണോ? ഓർക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഫലം ചൂടിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിലാണ് തമ്പുരാൻ ഹൃദയം നിറഞ്ഞു പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. നമ്മുടെ ജീവിത കുരിശുകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്കും പറയാം, കർത്താവേ, എന്നെ കൂടി ഓർക്കണമേ.